ആണ്. NDA മുന്നണിയുടെ കൺവീനറായിരുന്നത് ജോർജ് ഫെർണാണ്ടസ് എന്ന് പറയുന്ന ഏറ്റവും പ്രമുഖനായ സോഷ്യലിസ്റ്റാണ്. അപ്പോൾ വല്ലാത്തൊരു കോമ്പിനേഷനിൽ NDA എന്ന് പറയുന്നൊരു മുന്നണി ഉണ്ടാക്കി BJP ആദ്യമായി അധികാരത്തിൽ നിന്ന് 6 വർഷം ഇന്ത്യ ഭരിച്ചു. ആ സമയത്ത് അവർക്ക് ഒരു വിവാദ വിഷയത്തിലും തൊടാൻ കഴിഞ്ഞില്ല. പക്ഷെ പിൽക്കാലത്ത് ഗോത്ര മുതൽ ഇങ്ങോട്ട് പിന്നെ BJPയുടെ രൂപം മാറുകയാണ്. അത് പയനിയർ ചെയ്ത് അത് ചാമ്പ്യൻ ചെയ്തത് നരേന്ദ്രമോദിയായിരുന്നു. 2014 വളരെ കൃത്യമായ സാഹചര്യം കോൺഗ്രസ് തന്നെ ഉണ്ടാക്കി കൊടുത്തു. രാജ്യത്തെ ഏറ്റവും വലിയ അഴിമതി സർക്കാരുകളിലൊന്നായിട്ട് UPA സർക്കാർ മാറി. ആ വികാരം പരമാവധി മുതലെടുത്ത് വികാസ് പുരുഷ് എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി അധികാരത്തിലെത്തുന്നു. പിന്നീട് നരേന്ദ്രമോദി നടപ്പാക്കുന്നത് മുഴുവൻ ഈ പറയുന്ന സംഘപരിവാറിന്റെ ഹിന്ദുത്വ പ്രോജക്റ്റാണ്. ആ പ്രോജക്റ്റിലെ ഏറ്റവും പ്രധാനപ്പെട്ട അധ്യായമാണ്. അതുകൊണ്ടാണ് അയോധ്യ ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റ് എന്ന് പറയുന്നത്. ഞാനൊരു അനുഭവം പറയാം. അത് നടപ്പാക്കാനല്ലേ ആ പാർട്ടി നരേന്ദ്രമോദിയെ മുൻനിർത്തിയത്. കോൺഗ്രസിനും കൃത്യമായ അജണ്ടയുണ്ട്, അല്ലെങ്കിൽ കോൺഗ്രസും കൃത്യമായ ഒരു പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ് വെച്ചുകൊണ്ടാണല്ലോ ഈ തീരുമാനം എടുത്തത്. കയ്യിലുള്ളത് പോകാതിരിക്കാനായിട്ട് എടുത്തിട്ടുള്ള ഒരു തീരുമാനം തന്നെയാണ് ഇപ്പോഴത്തേത്. അല്ലാതെ 2024 അങ്ങ് പിടിക്കാമെന്ന് കരുതിയിട്ടൊന്നുമല്ല. അയോധ്യ എന്നുള്ളത് കോൺഗ്രസിന്റെ പ്രോജക്റ്റ് ആയിരുന്നു. അല്ല, അയോധ്യ എന്നുള്ളതല്ല ഇപ്പോഴെടുത്തിരിക്കുന്ന ഈ തീരുമാനം. അതും ഒരു പൊളിറ്റിക്കൽ പ്രോജക്റ്റിന്റെ ഭാഗമാണ്. അതായത് ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെയാണ് ഞാൻ പിന്തുണച്ചത്. നിങ്ങൾ ആ പൊളിറ്റിക്കൽ പ്രോജക്റ്റിനെയാണ് പിന്തുണച്ചത്. അതെന്താ സംശയം? അത് ഇന്ത്യ എന്ന് പറയുന്ന മതേതര ഭാരതത്തിന് രാമക്ഷേത്രത്തെ എതിർക്കുകയാണെങ്കിൽ അങ്ങനെ ശരിയായ രാഷ്ട്രീയ തന്ത്രം, അതായത് BJP എതിർക്കുക എന്നത് നിങ്ങളുടെ ഒരു പൊളിറ്റിക്കൽ വർഗീയത എന്നുള്ളത് വർഗീയത എന്ന് പറയുന്നത് BJP പിന്തുടരുന്ന വർഗീയത മാത്രമാകുന്നത് എപ്പോഴാണ്? വർഗീയത എതിർക്കുകയാണെങ്കിൽ എല്ലാ മതേതരത്വത്തെ അല്ലല്ലോ എതിർക്കുന്നത്, സെലക്ടീവ് മതേതരത്വത്തെയാണ് ഞാൻ എന്നും എതിർത്തിട്ടുള്ളത്. മതേതരത്വം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാ മതത്തെയും അല്ലെങ്കിൽ മതത്തിന് അതീതമായി ആളുകളെ കാണാൻ കഴിയുന്നതിനോടാണ് എനിക്ക് യോജിപ്പ്. അല്ലാതെ BJP അങ്ങ് മാറ്റി നിർത്തുക, BJPയോട് വെറുപ്പ്. ഞാൻ പറയട്ടെ മാഡം, ആന്റി സംഘപരിവാർ എന്ന് പറയുന്നതാണ് മതേതരത്വം എന്ന്. BJP എന്താ മറ്റ് മതങ്ങളിലുള്ളവരെല്ലാം ഇവിടെ നിന്ന് പൊയ്ക്കോളൂ, ഞങ്ങൾ മാത്രം ഇവിടെ മതി എന്ന് സ്ഥാപിക്കാൻ അല്ലെങ്കിൽ അങ്ങനെ നടപ്പാക്കാൻ ഇക്കഴിഞ്ഞ 10 വർഷത്തിനിടെ ചെയ്തോ? MPയും MLAയുമാണോ ഞാൻ ചോദിക്കുന്നത്? ഞാൻ ചോദിക്കട്ടെ, മുക്തർ അബ്ബാസ് നഖ്വി ഉണ്ടായിരുന്നല്ലോ, ഞാൻ ചോദിക്കുന്ന മുക്തർ അബ്ബാസ് എനിക്ക് ഒരൊറ്റ ചോദ്യമുണ്ട്. ഞാൻ ഈ മുസ്ലിം MP യുടെ വിഷയം അങ്ങ് വിട്ടു. ഈ മതേതരത്വത്തിന്റെ, ഇന്ത്യൻ മതേതരത്വത്തിന്റെ ഏറ്റവും വലിയ സിംബൽ എന്ന് പറയുന്നത് ഇന്ത്യൻ പാർലമെന്റാണ്. ചെങ്കോൽ സ്ഥാപിച്ചു. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നത്, ഈ ചെങ്കോൽ എന്തിൻ്റെ ചിഹ്നമാണ്? ആരുടെ ചിഹ്നമാണ്? എന്ത് തരം മതേതരത്വമാണ് BJP ഉയർത്തിപ്പിടിക്കുന്ന ആ ചെങ്കോലിൻ്റെ പ്രതിഷ്ഠാപനത്തിലൂടെ? അത് ഇതിൽ നിന്നൊക്കെ വളരെ വ്യക്തമല്ലേ? എനിക്ക് BJPയുടെ അജണ്ട എന്ന് പറയുന്നത് ഹിന്ദുത്വയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല. BJP മുന്നോട്ട് വയ്ക്കുന്നത് സാംസ്കാരിക ദേശീയതയാണ്, കൾച്ചറൽ നാഷണലിസം എന്നാണ് അവർ പറയുന്നത്. ആ കൾച്ചറൽ നാഷണലിസത്തിന് കൃത്യമായൊരു എന്താ പറയുക, അതിനൊരു വിശദീകരണം നരേന്ദ്രമോദി തന്നെ നൽകുന്നത്. അത് സനാതന ധർമ്മത്തിലുള്ള കൾച്ചറൽ നാഷണലിസമാണ്, അത് ഹിന്ദുത്വയാണ്. ആ അർത്ഥത്തിൽ ഒരു വിഭാഗത്തിന്റെ ആശയത്തെയും ഒരു വിഭാഗത്തിന്റെ വിശ്വാസത്തെയും മാത്രം രാജ്യത്തിന്റെ പരമമായ, അതായത് എല്ലാ മേഖലകളിലുമുള്ള രാജ്യത്തിന്റെ പുരോഗതി തന്നെയാണ് ആ പാർട്ടി ലക്ഷ്യമിടുന്നത്. അത് തന്നെയാണ് അവർ നടപ്പാക്കാൻ പോകുന്നത്. സാംസ്കാരിക ദേശീയത എന്ന് പറയുന്നതിലൂടെ നിങ്ങൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? ഞങ്ങൾ ഉദ്ദേശിക്കുന്നതല്ലേ? എതിർക്കുന്നതിലൂടെ ഉദ്ദേശിക്കുന്നത് എന്താണ്? താങ്കൾ പറയൂ. എന്താണ് ഉപാധ്യായയുടെ ആശയം? പറയൂ. ഞാൻ ചോദിക്കട്ടെ, ദീൻ ദയാൽ ഉപാധ്യായയുടെ ആശയം എന്താണ്? പറയൂ. Meet the editors.